ഹലോ മിസ്റ്റർ കല്യാണരാമൻ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അപ്പോ മാഡം മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഞാൻ വിളിച്ചല്ലേ? ഈ രാജുനപ്പോ 100 ആയുസ. അതെ അതെ, സമ്മതിച്ചു. അല്ല, എന്ത് ചെയ്യ? പഠിക്കണോ അതോ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണോ? ഉറങ്ങാനോ? അതും നാളെ എക്സാം ആയിട്ട്? ഞാൻ പഠിക്കായിരുന്നു. ഗുഡ്. എന്റെ സ്റ്റുഡന്റിനോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അല്ല, എന്തിനാ മാഡം എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചത്? അതെ, എനിക്കൊരു ഡൗട്ട്. ഈ കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? എക്സാം ആയിട്ട് ഇങ്ങനെയുള്ള വിളച്ചിൽ ആലോചിച്ചോണ്ടിരുന്നാലേ എക്സാം കഴിയുമ്പോ കിട്ടും ഒരു വലിയ ആനമുട്ട. മര്യാദക്കിരുന്ന് പഠിക്കാൻ നോക്കരുത് മാഡം. ഇരുന്ന് പഠിച്ചു പഠിച്ച് എന്റെ തല പെരുത്തു. അപ്പൊ എനിക്ക് തോന്നി രാജുവിനെ വിളിച്ച് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യണോന്ന്. മാഡത്തിന് ഇറിറ്റേറ്റ് ആക്കാനേ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ അപ്പൂല്ലേ? ആ അംബിക മാഡവും ദീപക്കും ഇല്ലേ? എന്ത് ചെയ്യാനാ രാജു, ഒരു പ്രശ്നം വന്നാലും സന്തോഷം വന്നാലും ആദ്യം നിന്റെ മുഖമല്ലേ എന്റെ മനസ്സിലേക്ക് വരൂ. അതങ്ങ് ശീലമായി പോയതുകൊണ്ട്. അയ്യോ, മാഡം ഇങ്ങനെ പുകഴ്ത്തല്ലേ. പുകഴ്ത്തല് കേട്ടാലേ എനിക്ക് ചിലപ്പോ നാണം വരും. അയ്യോ രാജു, വേണ്ട. അത് കാണാനുള്ള ത്രാണി എനിക്കില്ല. ഓ, എനിക്കേ 5th ചാപ്റ്ററിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഡൗട്ട്സ് എന്താന്ന് വെച്ചാ ചോദിക്കും മാഡം. ഉത്തരം ഞാനേ പടാന്ന് പറയാം. പടാന്ന് പറഞ്ഞ പോരാ, ഡൗട്ട്സ് ക്ലിയർ ചെയ്തതാ. ചോദിക്കുന്നേ. കഴിഞ്ഞ മാഡം? കഴിഞ്ഞു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലേ? എങ്കിൽ രാജു കോള് കട്ട് ചെയ്തോ. ഒന്നൂടെ ഞാൻ എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇടയ്ക്ക് എന്ത് ഡൗട്ട് വന്നാലും വിളിച്ച് ചോദിക്കണം കേട്ടോ. അപ്പോ രാജുന് ഉറങ്ങണ്ടേ? അതൊന്നും സാരമില്ല. മാഡം പഠിച്ചു കഴിയുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ബൈ മാഡം. അമ്മേ, സമാധാനമായേ. ഋതുമോള് എക്സാം നല്ലതുപോലെ എഴുതി പാസ്സാവാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോയി അർച്ചന കഴിപ്പിച്ചിട്ട് അമ്മായി വരുന്നേ. രാജു, സമയായി, നീ ചെന്നേ കാർ സ്റ്റാർട്ട് ചെയ്തിട്. മാഡം, ഞാൻ പുറത്ത് കാണും, വേഗം പറഞ്ഞേ. അല്ല, അമ്മ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിട്ട് വരുന്ന വരവാ? മോനെ സൽപുത്ര, അമ്മ പോയത് ക്ഷേത്രത്തിലാണെന്ന് കരുതിയോ നീ? പിന്നല്ലാതെ. അമ്മയുടെ ഈ വേഷവും നെറ്റിയിലെ കുറിയും ഈ ഇരിക്കുന്ന പ്രസാദമൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ അമ്മ പോയത് ക്ഷേത്രത്തിലേക്കാണെന്ന്? അമ്മ ഇത്രയും പഴഞ്ചനാണെന്ന് ഞാൻ കരുതിയില്ല. പ്രാർത്ഥിച്ചവളെ എക്സാമിന് തോൽപ്പിക്കുന്നതായിരുന്നോ അമ്മയ്ക്ക് തോന്നിയ വലിയ ബുദ്ധി? അമ്മയ്ക്കിത് എന്താ പറ്റിയേ? അമ്മയും തന്നെ കളിയാക്കുവാണോ? നിന്റെ അമ്മയെ നീ ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നോർത്ത് ചിരിച്ചു പോയതാ. അല്ല, നീ കരുതുന്നുണ്ടോ ഋതിക എക്സാം ഹാളിൽ പോയി എക്സാം എഴുതൂന്ന്? മനസ്സിലായി. അമ്മ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓ ഗ്രേറ്റ്. എന്താണെന്ന് പറയമ്മേ. ഞാൻ പോയതേ ക്ഷേത്രത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാ. അപ്പൊ നീ ചിന്തിക്കും ഈ വേഷവും കുറിയും ഒക്കെ പിന്നെ എന്തിനാന്ന്.
ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണുന്നവർ കരുതാൻ വേണ്ടി ഒരു നമ്പർ. ഹോസ്പിറ്റലിൽ പോയി ഞാൻ നമ്മുടെ സലോമി ഡോക്ടറെ ഒന്ന് കണ്ടു. രാത്രിയിൽ തീരെ ഉറക്കമില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള മരുന്നും വാങ്ങി. ആ മരുന്നിൽ നിന്നും 2 ഡോസ് ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങി ആ നേർച്ച പായസത്തിൽ മിക്സ് ചെയ്തു. ഇല്ലല്ലോ, പനിക്കുന്നില്ലല്ലോ. ഋതിക മാഡം, ഋതിക മാഡം, അയ്യോ, മാഡം. അയ്യോ. മാഡം. ദൈവമേ, വർമ്മ സാറിനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ എക്സാം എഴുതണ്ടെന്ന് ഇവളോട് പറഞ്ഞത്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആരാ? നിങ്ങൾ ആരുമല്ല, ഈ ഞാനാ മാനക്കേട് കാരണം രാജിവെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. മാഡം, എനിക്ക് എന്താ പറ്റിയ? ഞാനിതെവിടെയാ? ഈ കവളിങ്ങനെ പുകയുന്നല്ല. വേദനിക്കുന്നു. ഋതിക മാഡം, സോറി. മാഡത്തിന് ഞാൻ കുറെ വിളിച്ചിട്ടും മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ഉണരാത്തോണ്ട് ഞാൻ മെല്ലെ ഒന്നും മാഡത്തിന്റെ മുഖത്ത് അടിച്ചു. അടിച്ചെന്നോ? നീ എന്നെ അടിച്ചോ രാജു? എന്റെ കണ്ണീന് പൊന്നിച്ച് പറക്കോ. നീ പതിയൊന്നും അല്ല എന്നെ അടിച്ചെന്നാ തോന്നുന്നു. അല്ല, പതുക്കെ. ദുഷ്ട, നിന്നുണ്ടല്ലോ. മാഡം വേണമെങ്കിൽ എന്നെ തിരിച്ചടിച്ചോ. അതിനൊക്കെ ഇനി സമയമുണ്ട്.